മുഹമ്മദ് ഇബ്നു വാസിഅ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി അതുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുമ്പോ വീട്ടുകാരോട് പറയും, ഭാര്യയോട് പറയും, അസ്തൗദിഉകുമുല്ലാഹ്, നിങ്ങളോട് ഞാൻ യാത്ര പറയുകയാണ്. ഒരുപക്ഷേ ലഅല്ലഹാ അൻ തകൂന മനിയ്യത്തില്ലതി ലാ ഖൂമു മിൻഹാ, ഇനി ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാത്ത മരണമാകും ഒരുപക്ഷേ എന്റെ ഈ ഉറക്കം. അതുകൊണ്ട് എല്ലാവരോടും യാത്ര ചോദിക്കുകയാണ്. ഉറങ്ങാൻ പോകുമ്പോഴേ യാത്ര പറയും. നമ്മൾ ആലോചിക്കാത്തതുകൊണ്ടാണ്. ശരിക്കും ഉറക്കം വല്ലാത്തൊരു സംഭവമല്ലേ, ഒരു കൺട്രോളില്ലല്ലോ. ഉറക്കാണ്ട് പിടിപെട്ടാൽ ദുന്യാവിൽ എന്ത് സംഭവിച്ചാലും അറിയാത്തവരൊക്കെ അല്ലേ. ഉറക്കം എന്താണ് വല്ലാത്തൊരു സംഭവമാണ്. ഒരു മരണമാണ്, അഹുൽ മൗത്ത്, മരണത്തിന്റെ സഹോദരനാണ്. യാ അല്ലാഹ്. അതുകൊണ്ട് സജ്ജനങ്ങളിൽപ്പെട്ട കുറച്ച് സലഫ് സ്വാലിഹീങ്ങളായ ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഒരാൾ ഇമാമ് നിൽക്കുമ്പോ പിന്നിലെ മഅ്മൂമീങ്ങളും സ്വാലിഹീങ്ങളാണ്, നല്ല മനുഷ്യന്മാരുടെ ഒരു കൂട്ടം. ഇമാമ് നിൽക്കുന്ന ആള് പറഞ്ഞു, പിന്നെ ഞാനിപ്പോ ളുഹറിന് ഇമാമ് നിൽക്കുകയാണ്, ഇനി അസറിന് ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല എന്ന് വരൂട്ടോ. അപ്പൊ ബാക്കിലുള്ള ആള് പറഞ്ഞു, അല്ല നിങ്ങൾ അസർ വരെ നിൽക്കുന്നു തോന്നുന്നുണ്ടല്ലേ, നമ്മൾ ഈ നിസ്കാരം തന്നെ പൂർത്തിയാക്കാൻ കഴിയാതെ ഇടക്ക് മരിച്ചു പോകുന്ന നമ്മൾ വിചാരിക്കുന്നത്, നിങ്ങൾ അസർക്ക് ഉണ്ടാവില്ല എന്നാണോ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെയൊക്കെ പ്ലാനിങ്ങുകളൊക്കെ അങ്ങനെയാണ്. കുറെ കൊല്ലങ്ങളിലേക്ക്, കുറെ അപ്പുറത്തേക്ക്, കുറെ വർഷങ്ങൾക്കപ്പുറത്തേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ സമയത്ത് നടക്കുമ്പോഴാണ് തങ്ങളിങ്ങനെ പറയണത്, ഞാൻ ഇന്നി ലാ അഖ്തു ഖത്വ, ഞാൻ എന്റെ കാൽവെപ്പ് എടുത്തു വെക്കുന്നു തവാഫ് ചെയ്യുന്നിടയില്, ഒരുപക്ഷെ ഞാൻ അടുത്ത കാല് വെക്കുമ്പോഴേക്കും ഞാൻ മരിച്ചു പോയേക്കാം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ സമയത്ത് പഠിപ്പിക്കുകയാണ്. ഞാൻ ഇങ്ങനെയാ വിചാരിക്കുന്നത്. അങ്ങനെ തോന്നിത്തുടങ്ങിയാൽ എന്ത് റാഹത്തായിരിക്കും എന്നറിയോ? ആരോടൊരു വെറുപ്പോ ഒരു വിദ്വേഷോ. നമ്മളെ കുറെ കാലം ഈ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞതിന് അർത്ഥം എന്താ? ഞാൻ ബാക്കി ഉണ്ടാവും, കുറച്ചു കാലം കഴിയുമ്പോൾ എന്താ നിനക്ക് കാണിച്ചു തരാം. ഈ കുറച്ചു കാലം കഴിയുമ്പോൾ കാണിച്ചു തരണമെങ്കിൽ നീ ഉണ്ടാവും, നിനക്ക് വല്ല ഉറപ്പുണ്ടോ? അതല്ലേ നമ്മളാ പറയണത്. പ്രതികാരം ചെയ്യാന്ന് പറഞ്ഞതിനടുത്ത് എന്താ? കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പ്രതികാരം ചെയ്യും. അതിനർത്ഥം നീ കുറച്ചു കാലം ജീവിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടല്ലേ, അതുകൊണ്ടല്ലേ നീ അങ്ങനെ പറഞ്ഞത്. അങ്ങനെയല്ല, ഞാൻ അടുത്ത സെക്കൻഡിൽ മരിച്ചു പോയേക്കാം. അല്ലാഹുവേ, ബാദിറൂ ബിൽ അഅമാലി സബ്അൻ, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബാദിറൂ ബിൽ അഅമാലി സിത്തൻ, 6 വിഷയങ്ങൾ വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ പെട്ടെന്ന് അമൽ ചെയ്തു പോന്നോളൂ. തുലൂ അശ്ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കാൻ പോകുന്നു. അവിദ്ദുഖാൻ, യമനിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത ഒരു പുക വരാൻ പോകുന്നു. അവിദ്ദജ്ജാൽ, മസീഹുദ് ദജ്ജാൽ വരാൻ പോകുന്നു. അവിദ്ദാബ്ബ, ദാബത്തുൽ അർള് പുറപ്പെടാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ മുമ്പായി നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അമലുകളുമായി മുന്നോട്ടിറങ്ങിക്കോളൂ. ഔ ഖാസ്സതു അഹദികും ഔ അംറുൽ ആമ്മ, നിങ്ങൾ ഓരോരുത്തർക്കും പൊതുജനങ്ങൾക്കുമായി പിടിപെടാൻ പോകുന്ന വലിയ വലിയ ഫിത്നകൾ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് പെട്ടെന്ന് മടങ്ങാൻ നോക്കിക്കോളൂ, സമയമായി തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാ പറയുന്നത്, ഫളുരിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ, വളരെ പെട്ടെന്ന് വളർന്നു വരികയും വളരെ പെട്ടെന്ന് തീരുകയും ചെയ്യുന്ന രോഗമല്ലേ, അങ്ങനത്തെ ഒരു ലോകമല്ലേ നിങ്ങൾ ജീവിക്കുന്ന ലോകം. നമ്മളൊക്കെ 20, 30, എന്തായാലും 20 വയസ്സായവരല്ലേ ചെറുപ്പക്കാരുണ്ട്. മിനിമം അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ടേ ഉണ്ടാവുള്ളൂ. 20 താഴെ പ്രായമുള്ള ഒരു പ്രശസ്തി കുറവായിരിക്കും. എന്നാൽ 20 കൊല്ലോ 30, 40, 50, 60 കൊല്ലം കഴിഞ്ഞത് എത്ര പെട്ടെന്നാണെന്ന് ആലോചിച്ച് നോക്കി. 60 വയസ്സായിരിക്കെ, ശരി, എത്ര പെട്ടെന്നാണ് 60 കഴിഞ്ഞു പോയത്. എത്ര പെട്ടെന്ന് നമ്മൾ അറിഞ്ഞോ? 60 കൊല്ലം കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എത്ര പെട്ടെന്നാണ് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോയത്? ഗൾഫിൽ വന്നു 10 കൊല്ലായി 15 കൊല്ലായി എന്നൊക്കെ പറയുമ്പോ എത്ര പെട്ടെന്നാണ് ഈ കൊല്ലങ്ങൾ കഴിഞ്ഞു പോയത്. ഓർത്തെടുക്കാൻ വളരെ വളരെ നിമിഷങ്ങളെപ്പോലെ തോന്നും. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് തോന്നിപ്പോകും. അങ്ങനെയാണ് ഈ ലോകത്തിന്റെ അനുഭവം അള്ളാഹു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദ്ദുന്യാ ഫിൽ ആഖിറതി ഇല്ലാ കമാ യംശി അഹദുകും ഇലൽ യം ഫഅദ്ഖല ഇസ്ബഅഹു ഫീ ഫമാ ഖറജ മിൻഹു ഫഹുവ അദ്ദുന്യാ. ഈ ലോകത്തിന്റെ ഉദാഹരണം കടലിലേക്ക് നടന്നു പോകുന്ന ഒരാളെ പോലെ. ആ കടലിൽ ചെന്നിട്ട് അയാൾ കടലിൽ വിരൽ കൊണ്ട് മുക്കുന്നു. കടലിൽ ഒന്ന് ചെയ്തു നോക്കുക, സമയം കിട്ടുമ്പോഴേ. ഹദീസ് നബി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
കടൽ. വിരലുകൊണ്ട് വെള്ളം തൊട്ടു. ആ വെള്ളം കയ്യിൽ എത്ര കുറച്ചേ ഉള്ളൂ. അത്രയാണ് ആഖിറവും ദുന്യാവും തമ്മിലുള്ള ഡിഫറൻസ്. പരലോകത്തിന്റെ ജീവിതം, അതിന്റെ ലെങ്തും ഈ ലോകത്തിന്റെ ലെങ്തും നിങ്ങൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റേഷ്യോ ഈ കയ്യിൽ കിടക്കുന്ന ഒരു തുള്ളി എന്ന് പറഞ്ഞൂടെ വിരലിൽ നനഞ്ഞിരിക്കുന്ന ആ വെള്ളവും ഈ കടലും എത്രയോ അതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പെട്ടെന്ന്. അതുകൊണ്ട് ആഖിറത്തിൽ ചെന്നിട്ട് എത്ര കാലം ജീവിച്ചു? ലബിഥനാ യൗമൻ ഔ ബഅദ യൗം. 60, 80, 100 കൊല്ലം ജീവിച്ചവര് പറയാൻ ഒരു ദിവസമോ അര ദിവസമോ ജീവിച്ചു എന്ന് തോന്നുന്നു ദുന്യാവിൽ. അങ്ങനെ പറയാം. ലബിഥനാ യൗമൻ ഔ ബഅദ യൗം. ഫസ്അലിൽ ആദിൻ. റബ്ബേ, ഞങ്ങൾക്ക് എണ്ണി നോക്കാൻ അറിയണില്ല. എണ്ണം അറിയുന്നവരോട് ചോദിക്കുക, റബ്ബേ ഞങ്ങൾക്ക് അറിയുന്നില്ല, ഞങ്ങളുടെ കണക്കിൽ ഒരു അര ദിവസമൊക്കെ ജീവിച്ച പോലെ. എവിടെ 90 കഴിഞ്ഞവരായി പറയുന്നത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പറഞ്ഞു, ഇന്നദ്ദുന്യാ മൽഊനത്തുൻ മൽഊനും മാ ഫീഹാ ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാ വആലിമൻ ഔ മുതഅല്ലിമാ. ഇന്നദ്ദുന്യാ മൽഊനത്തുൻ. ഈ ലോകം ശപിക്കപ്പെട്ടതാണത്രേ. മൽഊനും മാ ഫീഹാ. അതിലുള്ള ആളുകളും ശപിക്കപ്പെട്ടവരാണ്. ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാ. അല്ലാഹുവിന്റെ സ്മരണയും അതിനോട് അനുബന്ധമായ വിഷയങ്ങളും ഒഴികെ ബാക്കി എല്ലാ വിഷയങ്ങളും ശപിക്കപ്പെട്ടതാണത്രേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വആലിമൻ ഔ മുതഅല്ലിമാ. പണ്ഡിതനായ ഒരു ആലിമായ മനുഷ്യനും ഔ മുതഅല്ലിമാ, അല്ലെങ്കിൽ ഇൽമ പഠിക്കുന്നവരെ. ഒന്നുകിൽ ആലിമാവുക അല്ലെങ്കിൽ മുതഅല്ലിമാവുക, അല്ലെങ്കിൽ രണ്ടും കൂടാവുക. അങ്ങനത്തെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും, പ്രത്യേകിച്ച് ദീനിന്റെ വിവരങ്ങൾ, ദീനീ കാര്യങ്ങൾ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരും ഒഴികെ അള്ളാഹുവിന്റെ സ്മരണയും അതിനോടനുബന്ധമായ വിഷയങ്ങളും കഴിച്ചാൽ ബാക്കിയെല്ലാം ശപിക്കപ്പെട്ടതാണ്. എന്ത് എന്റർടൈൻമെന്റും എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും നബി തങ്ങൾ പറയാം, ഇതൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കച്ചവടം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. കടയിലൊക്കെ ഇരിക്കുമ്പോ ദിക്ർ ചൊല്ലാം. പെണ്ണുങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ദിക്ർ ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊരാൾ ചൊല്ലുകയാണെങ്കിൽ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു ഈത്തപ്പന കൊടുക്കുമത്രേ. സ്വർഗ്ഗത്തിന്റെ വൃക്ഷങ്ങൾ മിൻ ദഹബിൻ, സ്വർണത്തിന്റേതാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഒരു ശ്വാസം വിടുന്ന ലെങ്ത് ഏതിന് വേണ്ടു? എത്ര പെട്ടെന്ന്. നമ്മൾ വണ്ടി ഓടിക്കുകയാണ്, ദിക്ർ ചൊല്ലിയിരിക്കുക, നല്ലത് കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോ ഈ ലോകം നിങ്ങൾക്ക് സമൃദ്ധമാണ്. അല്ലാത്ത വെറുതെ പാട്ട് ഫുലാൻ ഇന്നാലിന്നവൻ സംവിധാനം ചെയ്ത് ഇന്നാലിന്റെ ചിത്രത്തിൽ അത് പാടി ഇന്നാലിന്നവൻ കമ്പോസ് ചെയ്തു, കഴിഞ്ഞു. എന്താ പേരിലുള്ളത്? ഒന്നുമില്ല. മൽഊൻ, ശപിക്കപ്പെട്ടതാണ്. വമൽഊനും മൻ ഫീഹാ, അതിലുള്ള മുഴുവനും ശപിക്കപ്പെട്ടത് തന്നെ. ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാ. മൽഊനും മാ ഫീഹാ ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാ ഔ ആലിമൻ ഔ മുതഅല്ലിമാ. ഇൽമ പഠിക്കുന്നവരും ഇൽമ പഠിപ്പിക്കുന്നവരും ഒഴികെ. അല്ലാഹു അതിലൊക്കെ നമ്മളൊക്കെ പെടുത്തി തരട്ടെ. ആമീൻ. അങ്ങനെയാണെങ്കിൽ അവർ ശപിക്കപ്പെട്ടവരല്ല, അവർ നല്ലവരാണ്. ഇല്ലാത്തതൊക്കെ ശപിക്കപ്പെട്ടതാണ്. അല്ലാഹുവിലേക്ക് അറിയിക്കുന്ന കാര്യങ്ങളില്ലെങ്കിൽ ഈ ലോകത്ത് ജീവിച്ചതുകൊണ്ട് എന്ത് കാര്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മാലി വലിദ്ദുന്യാ. ഈ ലോകം, ഞാനും ഈ ലോകവും തമ്മിൽ എന്ത് ബന്ധം? മാലി വമാലിദ്ദുന്യാ വമാലി, എനിക്കും ഈ ദുന്യാവും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ശരീരം ഏതൊരുത്തന്റെ കരങ്ങളിൽ സുരക്ഷിതമാണോ, മാ മസലി വമസലുദ്ദുന്യാ, എന്റെയും ഈ ലോകത്തിന്റെയും ഉദാഹരണം ഇല്ലാ കറാകിബിൻ സാറ ഫീ യൗമിൻ സായിഫ്, നല്ല ചൂടുള്ള ഒരു ദിവസം നടന്നു പോകുന്ന ഒരു വഴിയാത്രക്കാരനെ പോലെ. ആ ഒരു വൃക്ഷത്തിന്റെ താഴെ അയാൾ തണല് കൊള്ളാൻ വേണ്ടി കാത്തിരുന്നു. പകലിലെ 1 മണിക്കൂർ നേരം ഒരു വൃക്ഷത്തിന്റെ താഴെ അയാൾ വിശ്രമിക്കാനിരുന്നു. നല്ല ചൂടുള്ള സമയം. പിന്നെ അവിടുന്ന് അദ്ദേഹം പോവുകയും തന്റെ യാത്ര തുടരുകയും ചെയ്തു. അങ്ങനെ കടന്നു പോകുന്ന ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് ഈ ലോകത്തെ ജീവിതവും ഞാനുമെന്ന് ഈ ലോകത്തിന്റെ ഗുരുമഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹു തആല ഒരുപാട് ആളുകൾക്ക് സമ്പത്ത് കൊടുക്കാതിരിക്കുന്നത്. ഈ ലോകത്ത്
ഒരുപാട് ആളുകൾക്ക്. കാരണം സമ്പന്നരും ദരിദ്രരും നോക്കിയാൽ ദാരിദ്ര്യമുള്ളവരായിരിക്കും കൂടുതൽ. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഹമാഹു മിനദ്ദുനിയാ കമാ യഹ്മി അഹദുകും സഖീമഹുൽ മാ. അല്ലാഹു തആല ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഹമാഹു മിനദ്ദുനിയാ, ഈ ലോകത്തിന്റെ സുഖസൗകര്യങ്ങളിൽ നിന്ന് അല്ലാഹു അവരെ തടഞ്ഞു നിർത്തുമത്രേ. കമാ യഹ്മി അഹദുകും സഖീമഹുൽ മാ, നിങ്ങളിൽ രോഗം ബാധിച്ച ആളുകൾക്ക് വെള്ളം കുടിക്കാൻ പറ്റാതെ വരുമ്പോ, വെള്ളത്തിന് ദാഹിക്കുമ്പോൾ പോലും മോളെ കുടിക്കല്ലേ, മോനെ ഇപ്പൊ കുടിക്കല്ലേ, മരുന്ന് കുടിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ വെള്ളം കുടിക്കാൻ പറഞ്ഞത്. അങ്ങനെ വെള്ളത്തിന് ദാഹിക്കുന്ന രോഗിക്ക് നിങ്ങൾ വെള്ളം കൊടുക്കാതെ പിടിച്ചു വെക്കണ പോലെ ആ കുഞ്ഞിനോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ. കാരണം ആ വെള്ളം അപ്പൊ കൊടുത്താൽ കുഞ്ഞ് അപ്പോഴേക്കും ഛർദിക്കുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവില്ലേ? കുറച്ചു നേരം കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാൻ പറ്റൂ. അങ്ങനെ ദാഹിച്ചു വലഞ്ഞ കുഞ്ഞിന്, രോഗിയായ കുഞ്ഞിന് നിങ്ങൾ വെള്ളം കൊടുക്കാതെ പിടിച്ചു വെക്കുന്നത് ആ കുഞ്ഞിനോട് സ്നേഹമുണ്ടായത് കൊണ്ടല്ലേ. അതുപോലെ നിങ്ങളോട് സ്നേഹമുണ്ടായതിന്റെ പേരിൽ അള്ളാഹു നിങ്ങൾക്ക് ദുന്യാവ് തരാതെ പിടിച്ചു വെക്കുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ മഹബത്തിന്റെ അടയാളമാണത്രേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഈ പറയുന്നതൊക്കെ പൈസ ഉണ്ടായിട്ട് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന അവസ്ഥയാണ്. അള്ളാഹു തആല നിങ്ങൾക്ക് പൈസ തന്നു, നിങ്ങളതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നു, മനുഷ്യർക്ക് ജീവജാലങ്ങൾക്ക് നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുക്കുന്നു. അതിനാണ് നബി തങ്ങൾ പറഞ്ഞത്, നിഅമൽ മാലു സ്വാലിഹ് ഇൻദർ റജുലി സ്വാലിഹ്. നല്ല ഒരു മനുഷ്യന്റെ കയ്യിൽ ഹലാലായ പൈസ അള്ളാഹു കൊടുക്കുകയാണെങ്കിൽ നിഅമ, അത് എത്ര നല്ല കാര്യമാണ്, നമ്മൾ ചേർത്ത് വെക്കണം. അല്ലാതെ പൈസ, വെറും പൈസ എന്ന് പറഞ്ഞു ജീവിക്കുന്നത് എത്ര മനുഷ്യന്മാരുണ്ടെന്ന ലോകത്ത്. വെറും പൈസ അല്ലാതെ ഒരു ചിന്തയില്ല, വെറും കാശുണ്ടാക്കുക. നാം നിസ്കരിക്കുന്നുണ്ടോ? അതില്ല. അള്ളാഹിനെ പറ്റി ഓർമ്മയുണ്ടോ? ഏതൊന്നും. വെറും കാശുണ്ടാക്കുക, അങ്ങനെ ജീവിക്കുന്നു. ദുന്യാവ് മാത്രം മതി, എന്ത് ഈമാൻ, എന്ത് ലോകം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഉംറ തങ്ങൾ കടന്നുപോയില്ലേ റളിയല്ലാഹു അൻഹു. ആ പ്രസിദ്ധമായ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹബീബായ തങ്ങൾ അന്നേരത്ത് ഒന്ന് കിടന്നു എഴുന്നേറ്റതാണ്. എഴുന്നേറ്റ് നോക്കുമ്പോൾ നബി തങ്ങളുടെ പുറത്ത് ഒരുപാട് പായയുടെ അടയാളങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പായയുടെ അടയാളങ്ങൾ. റഫല്ലേ, ഇന്നത്തെ കാർപ്പറ്റോ പായൊന്നല്ലല്ലോ. ഈത്തപ്പനയുടെ ഇല തന്നെ എത്ര ഹാർഡാണ് അല്ലേ. കണ്ണിലെ കുത്തിയ കണ്ണൊക്കെ പൊട്ടിപ്പോയി പോവും അല്ലേ. തെങ്ങിന്റെ ഓല പോലെ അല്ലല്ലോ, ഷാർപ്പല്ലേ, മുള്ളു പോലെ ഷാർപ്പാണ്. അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു പായ സങ്കല്പിച്ചു നോക്കി. ആ പായയുടെ അടയാളം നബി തങ്ങൾ കുപ്പായിടാതെ അന്ന് തങ്ങൾ കടന്നതാണ്. അപ്പൊ ശരീരത്തിൽ എന്തുണ്ട്? പായയുടെ അടയാളം കണ്ടപ്പോ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുപോയി. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഫബകാ, ഇല്ലാത്ത കരച്ചിൽ. മാ യുബ്കീക ഉമറേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കരച്ചിൽ കണ്ടിട്ട് കണ്ടില്ല എന്ന് വിചാരിക്കലല്ല. എന്താ പ്രശ്നം എന്ന് ചോദിക്കണം. നമ്മുടെ മുമ്പിൽ ഒരാൾ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്താ കഷ്ടപ്പാട്, എന്താ വിഷമം? നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്ന് വരും. എന്നാലൊന്ന് ചോദിക്കുമ്പോൾ ഒരു സമാധാനമല്ലേ. ഈ ലോകത്തിറക്കല്ലേ ഉള്ളൂ. മനുഷ്യന്മാരുടെ പ്രയാസം തീർക്കാൻ അള്ളാഹുവിനല്ലാതെ കഴിയൂല. എന്നാലും ഒരു നല്ല വാക്ക്, ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്യാം, ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ ചെയ്തു തരണ്ട്, എന്റെ കയ്യിലും നിങ്ങളെ കയ്യിലും അല്ലാഹ് തരാൻ വേണ്ടി പഠിച്ചവനോട് ചോദിക്കും. ഒരു നല്ല വാക്ക് പറഞ്ഞാൽ എന്ത് റാഹത്തായിരിക്കും. നമ്മുടെ മുമ്പിൽ കഷ്ടപ്പാടിരിക്കുന്ന എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അത് ചോദിക്കുന്നത്, ആ ചോദിക്കപ്പെടുന്ന ആ പ്രയാസമുള്ളവന്റെ മനസ്സിന്റെ സന്തോഷം വലുതായിരിക്കും. നബി തങ്ങൾ ആ കരച്ചിൽ കാണുമ്പോഴേ ചോദിക്കും, മാ യുബ്കീക ഉമറേ, നിങ്ങൾ എന്തിനാണ് ഈ കരയുന്നത്? യാ റസൂലല്ലാഹ്, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കിസ്റ വ ഖൈസറു ഫീമാ ഹുമാ ഫീ, കിസ്റയും ഖൈസറും അനുഭവിക്കുന്ന സുഖം കാണുന്നില്ലേ നബിയേ? ഇറാനിന്റെ ഭരണാധികാരിയും റോമിന്റെ യൂറോപ്പുകാരനായ ഭരണാധികാരിയും അവരുടെയൊക്കെ കൊട്ടാരങ്ങള്, അവരുടെ മെച്ചകള്, അവരുടെ സൗകര്യങ്ങള് ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ നബിയേ. വഅൻത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലയോ നബിയേ? അലാ ഹസ്വീർ, ഈ ദ്രവിച്ചു കിടക്കുന്ന പായയിലല്ല നബിയേ അങ്ങ് കിടക്കുന്നത്. ഇതോർക്കുമ്പോൾ എനിക്ക് കരഞ്ഞു പോകുന്നു, കരഞ്ഞു പോകുന്നു നബിയെ. അവരെത്ര, അങ്ങ് റസൂലല്ലേ, ഈ ലോകത്തിന്റെ എല്ലാമല്ല ഖൈറുൽ ഖൽഖല്ലേ, ഈ ലോകത്ത് അല്ലാഹു പടച്ച സർവ്വ മുത്തുകളെക്കാളും രത്നങ്ങളെക്കാളും
ഈ ലോകത്തെ സ്വർണത്തെക്കാളും മറ്റു പ്രഷ്യസ് ഏതെല്ലാം സാധനങ്ങളുണ്ടോ അതിനേക്കാൾ എല്ലാം ഖൈറായ നബിയെ, അങ്ങ് ഈ പായയിലും അവരൊക്കെ എത്ര വല്ല സൗകര്യങ്ങളിലുമാണ്. ഇതോർക്കുമ്പോൾ എന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല ഒരു വിരിപ്പ് പോലും ഇല്ലല്ലോ എന്നോർത്ത് കരയുകയാണ് നബിയെ. ഉമറേ, അതിനെന്തിനാണ് വിഷമിക്കുന്നത്? അവർക്ക് അല്ലാഹു ഈ ലോകം കൊടുത്തു, നമുക്ക് അല്ലാഹു പരലോകം തന്നു. പോരെ ഉമറേ, നമുക്ക് പരലോകവും ഇവർക്ക് ഈ ലോകവുമാണെങ്കിൽ എന്തിനാണ് വിഷമിക്കുന്നത്? നമ്മൾ ഇവിടെയും കഷ്ടപ്പാട് അവിടെയും കഷ്ടപ്പാട്, അങ്ങനെയല്ലല്ലോ. ഇവിടെ കഷ്ടപ്പെടുന്നു, പക്ഷെ അല്ലാഹു നമുക്ക് അവിടെ തരുമല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ തങ്ങളോട്